ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മള് ഇന്നെല്ലാരും കൂടി വന്നിട്ടുള്ളത് നേച്ചർ പെരിന്തൽമണ്ണയാണ്. അപ്പൊ നമ്മള് ഒരുപാട് തവണ പാസ് ചെയ്ത് പോകുമ്പോൾ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ പ്രോപ്പർട്ടിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായില്ല. അപ്പൊ അങ്ങനെ നമ്മളൊരു ചാൻസ് കിട്ടിയപ്പോൾ ഫാമിലി ഫുള്ളായിട്ട് ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും കൂടിയായിട്ട് നമ്മൾ ഇന്ന് വന്നിട്ടുണ്ടായി. അപ്പോൾ ഐ മസ്റ്റ് സേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്ലേസ് ഭയങ്കര ഇഷ്ടമായി. കാരണം പേര് പോലെ തന്നെ നേച്ചറാണ് ഫുള്ളി ഉള്ളത്. അപ്പം കുറേ പെറ്റ്സ് പരിപാടികളുണ്ട്, പിന്നെ ഫാം ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് മഡ് ടർഫ്, ഗ്രാസ് ടർഫ്, എല്ലാ പരിപാടികളുണ്ട്. പിന്നെ ആംഫി തിയേറ്റർ. നമ്മൾ ഒരുപാട് സാധനങ്ങൾ കണ്ടു തീർന്നിട്ടില്ല, കാരണം നമുക്ക് ഒരു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ, ലിമിറ്റഡ് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മളെല്ലാവരും വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. നമ്മൾ ഫുൾ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും അടിച്ചു പൊളിച്ച് ടർഫിൽ തുടങ്ങി. ഫുഡാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും, അതുപോലെ തന്നെ ഇവിടെ ഒരു കുളമുണ്ട് ഇവരുടെ തന്നെ നേച്ചറായിട്ടുള്ള. അപ്പം എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇനിയും നമ്മൾ ഒരു ഡേ ഗ്യാപ്പ് വരികയാണെങ്കിൽ ഇവിടെ വരാൻ വേണ്ടി ശ്രമിക്കും. സോ നേച്ചറിന് താങ്ക് യു സോ മച്ച്. എന്നും ഈ ഒരു പ്ലേസ് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാവർക്കും ഇതുപോലെ തന്നെ സൂപ്പർ സർവീസ് കൊടുക്കാൻ അവർക്ക് പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. എന്താ മലപ്പുറത്ത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു പാർക്കാണ് എറാ നേച്ചർ പാർക്ക്. ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ആയിട്ടാണ് എറാ നേച്ചർ പാർക്ക് പെരിന്തൽമണ്ണയിൽ ഓപ്പൺ ആയിട്ടുള്ളത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സോട്ടിക് പാർക്കും കുട്ടികൾക്ക് ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങളോടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണാത്ത പല വിധത്തിലുള്ള മൃഗങ്ങളും അതിനെ ഫീഡ് ചെയ്യിക്കാനുള്ള എല്ലാ അവസരവും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ പാമ്പേ പിടിക്കാൻ പേടിച്ചിട്ടുണ്ട്. പിടിച്ചല്ല ഈശ്വര ഒരാവശ്യം നിർത്തല്ലേ. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. അതെന്താ? ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. ഞങ്ങൾ ഈ ഒച്ചയും ബഹളം കണ്ട് നിങ്ങൾ കരുതുന്നുണ്ടാവൂലേ എവിടെയാണെന്ന് ഇപ്പൊ ഇവര് വന്നിട്ടുള്ളത്? എവിടെയില്ല, നമ്മളെ സ്വന്തം പെരിന്തൽമണ്ണി തന്നെയാണ്. പുതിയതായി തുടങ്ങിയ എറാ പാർക്കിലെ എറാ എക്സോട്ടിക് തന്നെ നമുക്ക് തുടങ്ങിയാലോ. പാർക്കിൽ കയറുമ്പോ തന്നെ പ്രകൃതി രമണീയായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. വളരെ വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ പാർക്ക് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പെറ്റ്സ് ആണെങ്കിലും ബേർഡ്സ് ആണെങ്കിലും എല്ലാം നേരിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ ശ്രദ്ധിക്കണം കേട്ടോ, ഒട്ടുമിക്ക എല്ലാ ബ്രീഡ്സ് ഉള്ള ബേർഡ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ കാണാൻ പോകുമ്പോ അവരെ ശല്യപ്പെടുത്താത്ത രീതിയിൽ കാണണം. ആദ്യമൊക്കെ കുറച്ച് പേടിയുണ്ടെങ്കിലും മക്കൾക്ക് പിന്നെ നല്ല എൻജോയ്മെന്റ് ആയി. ഓരോ ഫാമിലിക്ക് വേണ്ടി സെപ്പറേറ്റ് ആയ ടൈം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പൊ നമ്മളെ നാട്ടിലെ കോയോ ആടും കുതിരൊക്കെയാണെന്ന് കരുതണ്ട കേട്ടോ. ഇതൊക്കെ വേറെ ഇനാണ്. വേറെ കേട്ടിട്ടില്ലേ ഒട്ടക പക്ഷി? അറബിയിൽ ചൊല്ലുണ്ട്, അൽ ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. ഈ ഒരു ഏരിയ മാത്രം എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ഏരിയ ആയിരുന്നു കേട്ടോ. അവിടെ എനിക്ക് വലിയ രസം തോന്നിയില്ല.
ഇതിന് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ഓ സംഭവം എന്നേക്കാ ഭേദം മക്കളാട്ടോ. അറ്റ്ലീസ്റ്റ് അവരെല്ലാം തൊട്ടൊന്ന് എക്സ്പീരിയൻസ് എങ്കിലും ചെയ്യുന്നുണ്ട്. പിന്നെ മക്കൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഫിഷ് ഫീഡിങ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് ആയിരുന്നു. പിന്നെ ഫാമിലി ആയിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഫിഷ് പാവ് ഇവിടെ ഉണ്ട്. ഇത് മാത്രമല്ല ഇവർക്ക് ഇവരുടേതായ സ്വന്തം റിസോർട്ട് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സ്പോട്ടാണ്. മൊത്തത്തിൽ ഒരു 3 to 4 hours ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോലും ഞങ്ങൾക്ക് ഒരു ചൂടും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അത്രയും കൂളായിരുന്നു ഇവിടെ അറ്റ്മോസ്ഫിയർ. പിന്നെ അതവിടെ സ്വിമ്മിംഗ് പൂളും ഫാമിലി ബോട്ടിംഗ് ഏരിയ എല്ലാം അവൈലബിൾ ആണ്. കുട്ടികൾക്ക് വേണ്ടി വിശാലമായി പാർക്ക് ഉണ്ട്, ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്, അങ്ങനെ പല ആക്ടിവിറ്റീസ് ഉണ്ട്. ഇൻഡോർ ഗെയിംസിന് പറ്റിയ ഒരു സെപ്പറേറ്റ് ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാർക്കിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ ഇനി ഫാമിലി ആയിട്ട് ഈ വെക്കേഷനിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. ഈ കാണുന്ന ഇത്രയും ആക്ടിവിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യാൻ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. സോ ഡു വിസിറ്റ് പെരിന്തൽമണ്ണയിലെ അങ്ങാടിപ്പുറത്ത് അടുത്തുള്ള എറാ പാർക്ക്. ഇയാളെ കുറച്ച് പ്രശ്നത്താ ആയിരിക്കുന്നു. നിങ്ങൾ പരിപാടിയിലാണോ? ഇതൊക്കെ ചെറുത്, ഇതൊക്കെ വലുത് ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ എറാ നേച്ചറിലാണ്. കിഡ്സ് പാർക്ക്, പെറ്റ്സ് പാർക്ക്, സ്റ്റേക്കേഷൻ എന്നിങ്ങനെ നീണ്ടു കിടക്കുകയാണ് എറാ നേച്ചർ. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. പെറ്റ്സ് പാർക്കിനകത്ത് തന്നെ ഒരുപാട് വെറൈറ്റി ടൈപ്പ് കിളികളുണ്ട്. അത് ചുമ്മാ കാണുക മാത്രമല്ല നമുക്ക് ഫീഡ് ചെയ്യിപ്പിക്കാനുള്ള അവസരവും ഉണ്ട് ഇവിടെ. ഇതാണ് ലൈവ് ഫീഡിംഗ് ഏരിയ. നമുക്ക് ഇവിടെ വെച്ച് ബേർഡിനെ ഫീഡ് ചെയ്യിപ്പിക്കാം. അതുകൂടാതെ ഡിഫറെന്റ് ടൈപ്പ് കോഴികളും പ്രാവുകളും പാരറ്റ്സും ഇതുപോലെ പല ഐറ്റംസും. ഇതാണ് ഇവരുടെ മിനിയേച്ചർ ഫാം. പശു, ആട്, കുതിര, ഒട്ടകം, ഒട്ടകപ്പക്ഷി, എമ്മു, ടർക്കി, കോഴി ഒക്കെ ഉണ്ട് ഇവിടെ. ഇതിനകത്താണ് പാമ്പുകളുള്ളത്. പല കളറിൽ പല സൈസിലുള്ള പാമ്പുകളാണ് ഇതിനകത്തുള്ളത്. ഇതാണ് മെക്സിക്കൻ ബ്ലാക്കിങ്. ഇവിടെ നമുക്ക് ഫിഷിനെ പിടിക്കാവുന്ന. പിന്നെ ആർച്ചറി, ഹോഴ്സ് റൈഡിങ്, പോട്ടറി വർക്ക്ഷോപ്പ്, ഫിഷ് സ്പാ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആക്ടിവിറ്റീസ്. ഔട്ട്ഡോറിന് പുറമെ ഇൻഡോർ ഗെയിംസും ഇവിടെയുണ്ട്. മനമേതോ കാറ്റൽ പാറും കനവായെന്നാളം പോലെ നിനവേതോ നീറ്റൽ പായാ മനതാരെല്ലാടും മോഹം അനുവായന്മാരിൽ മേലെ തുണയായന്മാരിൽ ചേരാ മക്കളെ നമുക്കേ ഉദാഹരണ കാണാൻ പോലെ പാമ്പിനെ പോലെ കളിച്ചുകൂടെ ഇട്ടാലോ ധൈര്യ. ഒട്ടകത്തിനെ കണ്ടോ നിങ്ങള്? ഇല്ലേ? കാണണോ?
പോലെ നമ്മള് മക്കളിങ്ങോട്ട് ദുബായിക്ക് പോവാ അല്ലടാ ഞാൻ ഒട്ടകം പാമ്പ് എന്നൊക്കെ പറഞ്ഞത് എടാ പെരിന്തമണ്ണുണ്ടേ നമ്മളെ വരുന്ന മണ്ണ് നമ്മളെ എറാപ്പ് എക്സോട്ടിക്കില്ലേ നമ്മുടെ വളാഞ്ചേരി റോഡില്ലേ കുറച്ചുകൂടി പോന്ന എറാപ്പ് എക്സോട്ടിക് അതാ പറഞ്ഞത് മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയാൻ വെറുതെ നമുക്ക് ഫാമിലി ആയിട്ട് പോയോ കേട്ടല്ലേ പറഞ്ഞ പേടിയുണ്ട്, പക്ഷെ ആ പേടി പെടുന്നത് മാറും. ഇതുപോലെ അടിപൊളിയായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിക്കണ അപ്പന്റെ മക്കളെ, ഞങ്ങളിപ്പോ നിൽക്കേണ്ടത് നമ്മുടെ സ്വന്തം പെരിന്തൽമണ്ണങ്ങാടിയിലെ ഒരു കാട്ടിലാട്ടോ. ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കിഡ്സിന്റെ പാർക്കും അതുകൂടാതെ തന്നെ പെറ്റ്സിന്റെ ബേർഡ്സിന്റെ ഒക്കെ പാർക്കിനെ കേട്ടോ. അത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനൊക്കെ പോയിട്ട് ഷോയിൽ കാണുന്ന മാറില്ല, നിങ്ങൾക്ക് നാച്ചുറലായിട്ട് നിങ്ങളെ മുന്നിൽ തന്നെ കാണാൻ പറ്റിയ ഒരു എക്സ്പ്ലോറും കാര്യങ്ങളും നമുക്ക് കൂടി അനുഭവങ്ങൾ തരും കേട്ടോ. നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഏത് സമയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാർക്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? അടിപൊളിയല്ലേ? അപ്പന്റെ മക്കൾ നമ്മളെ ലൊക്കേഷൻ വരുന്നതേ പെരിന്തമണ്ണ മാലാപറമ്പാട്ടോ. നമ്മളെ ഇറ പാർക്കിൽ എല്ലാവരും എക്സ്പീരിയൻസ് ആട്ടോ. എല്ലാവരും ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കി. അതെ, നമ്മുടെ പെരിന്തൽമണ്ണ നമ്മുടെ വളാഞ്ചേരി റോഡില് എക്സോട്ടിക്കിലാണ് ഇന്നിപ്പോ നമ്മളുള്ളത്. ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇവന്റെ പെണ്ണുങ്ങളും എന്റെ പെണ്ണുങ്ങളും ഒടുക്കോ മിന്നില്ല, ഒടുക്കറിയില്ല. ഈ വല്ല പാമ്പിനെ പൈതാരനൊക്കെ തലയിലിടാനോ തോളിടാനോ അപ്പൊ ഇവരൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ് എന്തായാലും നിങ്ങൾ മക്കളായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ആ ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടാവും. 100% ഗ്യാരണ്ടി മുതലാവും.